വെള്ളിയാഴ്ച രാവിലെ തന്നെ ഈ കുഞ്ഞിൻ്റെ മൈലാഞ്ചി ഇടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ അവളോട് ഞാൻ ഇടണോ, നീ വേറെ ആരെങ്കിലും കൊണ്ട് ഇടിപ്പിച്ചാൽ പോരെ എന്ന് ചോദിച്ചിട്ട് അവൾക്ക് ഒരേ നിർബന്ധം വേണ്ട, ഇതത്ത തന്നെ ഇട്ടാൽ മതി, ഇത്തതാണ് കേട്ടോ അവൾ വിളിക്കണേ. അങ്ങനെ ഇതത്ത തന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലത്തെ ചായ കുടിച്ചിട്ട് ഞാൻ എൻ്റെ മൈലാഞ്ചി ഇടാനായിട്ട് ഇരിക്കുവാണ് കേട്ടോ. അവൾ ചായ കുടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു 10:30 ആയപ്പോഴേക്കും മൈലാഞ്ചിട്ടായിട്ട് ഇടുന്നതാണ്. ഒരു 2 മണി ആയപ്പോഴാണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഫുള്ള് ഇടണമല്ലോ, ബ്രൈഡല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവർ ഓരോരുത്തർ അവിടെ നിന്ന് വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനലി നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളും ഇവിടെ പഞ്ചസാര ഇങ്ങനെ ഇതാക്കിയിട്ട് അത് മുക്കി ഇട്ട് കൊടുക്കുമല്ലോ, നാരങ്ങയും പഞ്ചസാരയും കൂടി പിഴിഞ്ഞിട്ട്. നാരങ്ങ ഉണ്ടായില്ല, അപ്പോൾ പഞ്ചസാര വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ, ഇതാണ് കേട്ടോ ഇങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ദേ അവർ പോകാനായിട്ടൊക്കെ ഇറങ്ങുവാണ്. ശരിക്കും എടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും നേരം ഞങ്ങൾ കുത്തിപ്പിടിച്ചിരുന്നു. അവൾക്കാണെങ്കിൽ നല്ല വിശക്കണമുണ്ടായിരുന്നു, അവൾ നന്ദിയൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചതേ ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ തങ്കുറും മാളുമൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ ഞങ്ങളതേ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് ചോറും മീൻകറിയും പുളിശ്ശേരിയും അവിയലും അച്ചാറും എല്ലാം ആയിട്ട് നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഫുഡ്. മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഫുഡ് ഇടിയൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ പ്രാക്ടീസ് അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കുറച്ച് നേരം നോക്കി കണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാളൊക്കെ തങ്കുറും ഞാനും അഞ്ചു ചേച്ചി ഉണ്ടായിരുന്നേ, മോളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ കുറച്ച് നേരം കത്തിയൊക്കെ വെച്ച് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരുടെ കുറേ കഥകൾ ഇങ്ങനെ പറയാനുണ്ടല്ലോ. ഞങ്ങൾ വല്ലപ്പോഴും കൂടിയാണ് കേട്ടോ കാണുന്നത് ഇപ്പോൾ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. ശരിക്കും പഴയ കാലത്ത് കല്യാണ വീട്ടിലുണ്ടാകുന്ന ചായ കുടി ഉണ്ടല്ലോ, ശരിക്കും ആ ഒരു നെക്സ്റ്റ് ഫീലായിരുന്നു കേട്ടോ. തങ്കുറ അത് ആദ്യം പറയുന്നുണ്ടായിരുന്നു, നീ വീഡിയോ എടുക്ക്, പഴയകാല ചായ കുടി, കല്യാണ വീട്ടിലെ പഴയകാല ചായ കുടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നേ. അവല് വിളയിച്ചതുണ്ടായിരുന്നു, പിന്നെ മിച്ചറ്, ചക്ക വറുത്തത്, പിന്നെ കാവറുത്തത്, ഉണ്ണിയപ്പവും അവല് വിളയിച്ചതും ചക്ക വറുത്തതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചക്ക വറുത്തതിൻ്റെ കാര്യം പിന്നെ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, സൂപ്പറായിരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുമ്പോഴേക്കും. പിന്നെ അവല് വിളയിച്ചതും സൂപ്പറായിരുന്നേ. അവല് വിളയിച്ചത് പ്രസന്നമ്മയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണെങ്കിൽ അത് അവരോട് നേരിട്ട് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കരമാണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും, ഞാൻ ഹോട്ടലിൽ കയറിയാലാണെങ്കിലും നല്ല ഫുഡ് നല്ലതാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് നിന്നിട്ട് പറയും കേട്ടോ, നല്ല ഫുഡായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ അവർക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഒരു ഭയങ്കര ക്രിസ്പി ആയിരുന്നു കേട്ടോ ഈ അവൽ വിളയിച്ചത്. അപ്പോൾ ഉമ്മച്ചി റെസിപ്പിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പ്രസന്നമ്മേനോട്. അത് കഴിഞ്ഞ് പിന്നെ 2 പിള്ളേരുടെ മൈലാഞ്ചിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടെ വന്ന് നിൽക്കുമായിരുന്നേ, എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഭയങ്കര സംഭവമൊന്നുമില്ല, എന്നാലും ഞാൻ നോക്കിയിട്ടൊക്കെ ഒരുമാതിരിയൊക്കെ ഒപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് മോളും നന്ദുട്ടിക്കും മെഹ്റൂനും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും റെഡി ആവാനായിട്ട് പോയിട്ടോ വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങളും റെഡി ആവാനായിട്ട് പോവുകയാണേ. അപ്പോൾ വൈകുന്നേരത്തെ ഫംഗ്ഷൻ അടുത്ത വീഡിയോയിലായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ.